ഹലോ, ഇത് ഈ ഒരു സാധനം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് കാർഡ്ബോർഡ് ആവശ്യമാണ്. പിന്നെ ഇത് ഈ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഈ ഫ്രൂട്ട്സ് പിന്നെ ഈ വെജിറ്റബിൾസ്, അതായത് നമ്മുടെ സവാള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയൊരു കിറ്റാണ്. അപ്പോൾ അത് നമ്മുടെ എടുത്ത കാർഡ്ബോർഡിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫെവിക്കോൾ തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലും സൈഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ, അതായത് ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ബുക്ക് പേപ്പർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അപ്പോൾ അതിനൊന്ന് റൗണ്ടിൽ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ബോർഡറായിട്ട് ആ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് രണ്ട് സൈഡും പിന്നെ മുകളിലും താഴത്തുമായിട്ട്, അതായത് ഒരു ഫ്രെയിമിൻ്റെ മോഡലിൽ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തില്ല ആ ഒരു നെറ്റ്, അപ്പോൾ അത് ചെറുതായിട്ടൊരു വൃത്തികേടായിട്ട് ഇരിപ്പുണ്ടായിരുന്നു, അതായത് സൈഡിലൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെടുത്ത ആ പേപ്പർ റോളിൽ ബ്ലാക്ക് കളർ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത ആ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ടും ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യം എന്താണ്? നമ്മുടെ മെയിൻ താരമായ നാരങ്ങയാണ്. അപ്പോൾ ഈ നാരങ്ങ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നന്നായിട്ട് നാരങ്ങയുടെ ജ്യൂസ് എടുത്തതിന് ശേഷം അതൊരു തൊണ്ടുണ്ടല്ലോ, അതിന് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ നാല് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിന് നന്നായിട്ട് എടുത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കത്രിക യൂസ് ചെയ്തിട്ട് നമ്മുടെ പൂവിൻ്റെയൊക്കെ ഓരോ പെറ്റൽസ് ഉണ്ടല്ലോ, അതായത് ഇതളുകൾ, അപ്പം ആ ഒരു മോഡലിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഈ 4 ഇതൾ മാത്രം കിട്ടിയിട്ടുള്ളൂ. വലിയ നാരങ്ങ ആയിരുന്നെങ്കിൽ ഇതളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ പിരിഞ്ഞ് നമ്മുടെ നാരങ്ങ വെള്ളം കുടിക്കുന്ന നാരങ്ങയുടെ തൊണ്ടാണ്, വെറുതെ എടുത്തെറിയുന്ന തൊണ്ടാണ്. അപ്പോൾ അത് ഇത്രമാത്രം ഒരു കിടിലൻ ക്രാഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ എന്തെന്ന് പറയുക, നമ്മൾ ഒരിക്കലും വേസ്റ്റ് കളയരുത്. അപ്പോൾ ഇപ്പോൾ എന്തൊരു സാധനമാണെങ്കിലും അത് നമുക്ക് അത് വീണ്ടും റീയൂസ് ചെയ്യണം. വെറുതെ എടുത്ത് കളയുന്ന സംഭവമാണേ. അത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും നാരങ്ങയുടെ തോല് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെയിലത്ത്, അതായത് ഇപ്പോഴത്തെ വെയിലത്ത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള ആ ലീഫ് അതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പേപ്പർ പ്ലേറ്റാണ്. അത് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ പ്ലേറ്റാണ്. അപ്പോൾ അതും കളയാതെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇലയുടെ മോഡലിൽ കട്ട് ചെയ്ത് വച്ചിരിക്കുക. നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള മത്തൻ്റെ കുരുവാണ്. അതും പൂവിൻ്റെ മോഡലിൽ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്ന അത്ര രീതിയിൽ നമ്മുടെ ഒരു ഐഡിയ പോലെ ചെയ്തു കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയാസ് അതാണ് ഏറ്റവും മെയിൻ. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ഇതിൽ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തെടുക്കുക. അപ്പം മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കളയാതിരിക്കുക. ഇതുപോലെയൊക്കെ ചെയ്ത് ചുവരിലൊക്കെ തൂക്കിയിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓറഞ്ച് കളറും റെഡും കൂടെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ കളറും, പിന്നെ വീണ്ടും റെഡ് കളറും, അങ്ങനെ കളറ് എല്ലാം അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ പേപ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടിച്ചില്ലേ മത്തൻ്റെ കുരു, അതിൽ വയലറ്റ് കളർ പെയിൻറ്റ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ള കളർ മുത്താണ്. അപ്പോൾ അത് ഈ പൂവിൻ്റെ നടുക്കുള്ള ഭാഗത്തായിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കിടിലാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ മുത്തെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. പിന്നെ ഗോൾഡ് കളർ കുഞ്ഞി മുത്തുണ്ടല്ലോ നമ്മുടെ മാലയുടെയൊക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ എടുത്തെറിയുന്ന നാരങ്ങയാണ് ഇത്രയും ലുക്കിൽ വന്നിട്ടുള്ള. അപ്പം നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.